ആരെങ്കിലും കാണും. എന്നായാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി. നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല. ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. എന്താ അച്ഛാ? എന്താ? നീ ബീഡി വിളിക്കാറുണ്ടോടി? ബീഡിയോ? ഇല്ല. ഒന്ന് ഊതിയേ. ഊതാൻ ഒട്ടും. എന്താ എന്താ ഇവിടെ ബഹളം? അച്ഛൻ ചോദിക്കുക ഞാൻ ബീഡി വലിക്കാറുണ്ടോന്ന്. ആ, അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ആതിരാ നേരത്തൊരു ബീഡി വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കഴിഞ്ഞില്ല ഇതുവരെ? തുണി അലക്കലൊക്കെ പിന്നെ മതി. നീ ഒന്ന് വേഗം വന്നേ. ഓ, തൃപ്പൂണിത്തറയിലാ പയ്യൻ. മുത്തച്ഛന്മാരുടെ കാലത്തുള്ള സ്വർണ്ണപ്പണി മുറ തെറ്റാതെ കൊണ്ടുനടക്കുന്ന ഒരുത്തനാ. വിദ്യാഭ്യാസം ഉള്ളവനാ. അവളവിടെ? സാവിത്രി, ആ നനച്ചതൊക്കെ ഒന്ന് തോരാനിടൂ. കണ്ടാൽ ആരും ഇഷ്ടപ്പെടും. നമുക്ക് വഴിയുണ്ടാക്കാം. ഇവന്റതും ഒന്ന് ആലോചിക്കണം. ഇത് നിറച്ച് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. നമുക്കൊന്ന് തപ്പാം. വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ തപ്പിക്കോളാം. ഈ തൃപ്പൂണിത്തുറക്കാരനെ ഒന്ന് തപ്പ്. ഒരു സാമ്പിൾ നോക്കാലോ. സാവിത്രി, ഞാൻ കണ്ടുവരുന്നത് വല്ലതും ഉറപ്പിച്ചോ? ഈ ചേച്ചിക്ക് വട്ട. എങ്ങാണ്ടുള്ള ആരുടെങ്കിലും പേരും പറഞ്ഞ് 5ഓ 10ഓ വാങ്ങി അയാൾ ഇന്നും പോവും. അത്ര തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കിയാൽ എന്താന്ന് ഭാസ്കരേട്ടൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കേട്ടോ, അത് ശരിയാവൂല. ആ, ഞാൻ വിളിച്ചത് ഇതറിയാനല്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടോ കുറച്ചെടുക്കാൻ? അയ്യോ, ഒട്ടുമില്ല. ഒക്കെ ഇന്ന് പപ്പടം കാച്ചി തീർത്തു. മണ്ണെണ്ണ മതിയോ? ഇതിലെ ഒരു സ്വർണ്ണ ചുറ്റ്. ആ സ്വർണ്ണ ചുറ്റില് കുറെ സ്വർണ്ണ മണികള് അത്രേ വേണ്ടു. ചുരുങ്ങിയത് ഒരു പവനെങ്കിലും വേണ്ടിവരും വെളിച്ചപ്പാടെ. എന്റെ ഭഗവതി, ഒരു പവനോ? ഒരു മയത്തില് സ്വർണം പോലെ തോന്നിയാ മതിയടോ. ഭഗവതിയുടെ വാളാ. ഭഗവതിക്ക് എന്തിനാ സ്വർണം കെട്ടിയ വാള്? വെളിച്ചപ്പാടിന് ഒരു അന്തസ്സിന് കയ്യിൽ പിടിക്കാനല്ലേ? വെളിച്ചപ്പാട് ഒരു കാര്യം ചെയ്യും. ആ പണിക്കരോട് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാക്ക്. ഒരു പവനൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ശരിയാ. പക്ഷെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ എളുപ്പത്തിൽ നടക്കുവോ? പണിക്കൊരു വലിയ പിശുക്കനാ. പക്ഷെ വെളിച്ചപ്പാടിനെ പണിക്കർക്ക് വലിയ വിശ്വാസം, അതെനിക്കറിയാം. ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ? നോക്കന്നെ. കയ്യിലുണ്ടായിട്ടല്ല, എനിക്ക് ഒരേ ഒരു മോളാ. അവൾക്ക് ഈശ്വരാധീനം ഉണ്ടാവാൻ 1 അല്ല 9 പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും. 9 എന്ന് ഞാനൊരു ആവേശത്തിലങ്ങ് പറഞ്ഞതാ. അത് കാര്യാക്കണ്ട. ഇതിനൊരു ചുറ്റും പിന്നെ 4 മണിയും അത് ഞാൻ ഏറ്റു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അത് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഭഗവതിയോട് അങ്ങ് പറയണം. ഇവളുടെ വിവാഹം ഈ നാട്ടുകാർ മുഴുവൻ അസൂയ കൊണ്ട് എരിപുരി കൊള്ളും വിധം ഏറ്റവും ആർഭാടമായി ഏറ്റവും നേരത്തെ നടക്കണം. അതൊരു അതിമോഹമല്ലേ പണിക്കരെ? കല്യാണം നടന്നാ പോരെ? പോരാ, അതിമോഹം തന്നെയാ. പണിക്കര് പിശുക്കന, നാറിയ,
4 കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന് എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും ചില അയൽക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് കാണണം, അതെനിക്ക് നിർബന്ധം. എല്ലാം നടക്കും. പണിക്കര് പ്രാർത്ഥിച്ചോ? എന്റെ ഭഗവതി. പ്രച്ഛട പ്രച്ഛട സ്വാഹാ ദഹി ദഹി. മാനാരെ, ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിഴ് പേപ്പറിൽ ഒന്ന് നോക്കൂ. പണ്ട് ഞാനൊക്കെ വായിച്ചിരുന്നതാ. കച്ചവടം പൊളിഞ്ഞപ്പോ നിർത്തി. പൊള്ളാച്ചി ഭാഗത്തേ ഇല്ല. തക്കല തേങ്ങാപട്ടണം ഭാഗത്തുണ്ടോ? വേണോ? വേണ്ട 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 വേണ്ട. അവിടുത്തെ പശുക്കൾക്ക് ഒരു 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 മൂരി സ്വഭാവ. പരിപ്പാട് ഞാൻ എടുത്തേ. എന്തിന് തലപ്പന്ത് കളിക്കാനോ? എൻ്റെ വയറ്റിൽ പിടിക്കില്ല. ഞാൻ പണിക്കരുടെ അവിടെ നിന്ന് പ്രസാദവും പഴവും ഒക്കെ സുഖമായിട്ട് കഴിച്ചിട്ടാ വരണേ. ഇന്ന് പണിക്കരുടെ ഒരു പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഉറഞ്ഞു തുള്ളി. തുള്ളും തുള്ളലിന്റെ കാര്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് കവിച്ചേക്കാൻ ഭൂമിയിലൊരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. ആ വൃത്തിയില്ലാത്ത വർഗം, നാണക്കേട്, സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ. ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും. അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കി ഒതുക്കലുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ഉറയും എന്റെ ദേവയാനി. സത്യം പറ, ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സ്നേഹലതയ്ക്കല്ല, സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് കലികാലമാ. അവളോട് നമ്മുടെ തട്ടാം ഭാസ്കരന് ഒരിത്തിരി സ്നേഹമുണ്ട്. അവര് തമ്മിൽ പ്രേമത്തിലാ. അതിന് പാര വെക്കാനാ പണിക്കരി കളി കളിച്ചത്. അതിന് ഞാൻ കൂട്ടി നിൽക്കാ വേണ്ടത്? ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പാടേ ഈ ലോകത്തുള്ളൂ, അത് ഞാനാ. പിന്നെന്തിനാ നിങ്ങൾ ഉറഞ്ഞു തുള്ളി കൊളത്തിച്ചാടിയത്? അത് പിന്നെ തുള്ളി ഓടിയപ്പം വിചാരിച്ച പോലെ ബ്രേക്ക് ഇടാൻ പറ്റില്ല, അത്ര തന്നെ. അല്ല, മാധവൻ ചേട്ടനായിരുന്നോ? അതെ. ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പ് കടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്ന. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോടെ മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അകത്തോട്ട് കയറി ഇരുന്നായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. ഒഴിവുണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്നേഹലതേ, സ്നേഹലതേ. എന്താ ഭാസ്കര? അത് കുറച്ച് ഉമി വേണമായിരുന്നു. ഉമിയോ? അത്രേ ഉള്ളോ? സ്നേഹലതേ, ഭാസ്കരന് ഇത്തിരി ഉമ്മി എടുത്തോണ്ട് കൂടെ മോളെ. തട്ടാമ്പണി ആയതുകൊണ്ട് ഭാസ്കരന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉമ്മിക്കരി കാണൂല്ലേ? താങ്ക് യു.
അകത്തൊരു ചാക്ക് നിറച്ച് ഉമ്മിയുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ ചെന്ന് വാങ്ങിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 16 കാരറ്റ് ഒരുക്കാൻ തനി നാടൻ നെല്ലിന്റെ ഉമ്മി വേണം, അറിയോ നിനക്ക്? വിളിച്ചപ്പാടെ എന്റെ ഭഗവതി, അവിടെ വാളിൽ സ്വർണം കെട്ടിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നത് ഞാൻ, എന്നിട്ട് പണിയിപ്പിച്ചത് വേറെ ആളെ കൊണ്ട്. നല്ല പരിപാടിയാണ്. അനാവശ്യം പറയരുത് ഭാസ്കര. ഭാസ്കരനെ കൊണ്ട് പണിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പണിക്കര് പറഞ്ഞു വേണ്ടാന്ന്. മോടെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു വഴിപാട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും. ഈ ചുറ്റുപാടിൽ സ്നേഹലതയെ തനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പദ്ധതികളൊക്കെ ഉണ്ട്. ചില ആലോചനകളോടെ നടക്കുന്നുണ്ടെന്നാ എന്റെ അറിവ്. കല്യാണം വേറെ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. തീരുമാനിക്കാൻ നിൽക്കുന്ന എന്തിനാടോ? ഇതൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അന്യോന്യം ഇഷ്ടമാണെങ്കിൽ ഇങ്ങ് വിളിച്ചിറക്കി പോരെ. ഞങ്ങളൊക്കെ ഇല്ലടോ നാട്ടിൽ. പക്ഷെ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി പോരണം, ഇല്ലെങ്കിൽ നാറും. ഒരു വെളിച്ചപ്പാട് തുള്ളിയൊന്നും കേട്ട് എന്നോടെന്തിനാ മുഖം വീർപ്പിക്കുന്നേ? എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം. സ്നേഹലതയെ വേറൊരാള് കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഭാസ്കരേട്ടന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നത് തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. പിന്നെ എന്ത് ചെയ്യും? ഒരു കുറുക്കുവഴിയുണ്ട്. എന്ത് വഴി? വഴി ഇത്തിരി തെറ്റായ വഴിയാ. എന്നാലും അതിന് അതിൻ്റെതായ ഒരു അന്തസ് കാണിച്ചാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെയാ നാണക്കേട്. നീ കാര്യം പറ. അത്ര വലിയ ചങ്കുറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ടോ, പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ. സത്യാണോ നീ പറയുന്നത്? ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്. അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പോരെ? നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത. ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണ്ണമെന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പോരുന്നൊരു മാലയായിരിക്കണം കേട്ടോ. ഒരു താലിമാലക്ക് എന്താ, ഒരു പവൻ പോരെ? അത് ഞാൻ തരാം. മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം. 10 പവനോ? 10 പവന് പണം എത്ര വരും എന്നറിയോ സ്നേഹലതയ്ക്ക്? ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ? അല്ല, നീ പറഞ്ഞത് നേരാ. ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല, കുറച്ചു കാലത്തേക്കുള്ള ഒരു ഇടപാടല്ലേ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സംഗതി നടക്കുന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? ഉറപ്പോ? മാല എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഭാസ്കരേട്ടൻ തന്നാണെന്ന് ഞാൻ പറയും. അത്ര തന്നെ. പോട്ടെ, അതൊന്നും സാരമില്ല. നടക്കാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ വെറുതെ വാശി പിടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുമില്ല, ഭാസ്കരേട്ടൻ കേട്ടിട്ടുമില്ല. അതല്ല, നീ പറയുകയും ചെയ്തു, ഞാൻ കേൾക്കുകയും ചെയ്തു. 10 പവനല്ലേ? ഞാൻ നോക്കാം. ഞാൻ വിചാരിച്ച നടക്കും. 10 പവനേക്കാളും വലുത് എനിക്ക് നീയാ. ചേലൊത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ, ഏത് പൊന്ന്, ഏത് പൊന്ന്, ഏത് പൊന്ന്, ഏത് പൊന്ന്, തീലൊരുക്കി
തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് മനസ്സിലുണ്ടേ മോഹമെന്നൊരു മണിച്ചിത്താറാവ് അതിനെ തവിട് കൊടുത്തു വളർത്തി തട്ടാര് മനസ്സിലുണ്ടേ മോഹമെന്നൊരു മണിച്ചിത്താറാവ് അതിനെ തവിട് കൊടുത്തു വളർത്തി തട്ടാര് താമരയല്ലി കൊടുത്ത് ചാമയുമെള്ളും കൊടുത്ത് താമരയല്ലി കൊടുത്തു ചാമയുമെള്ളും കൊടുത്തു കുട്ടിത്താറാവിന്ന് കടിഞ്ഞൂൽ മുട്ടയിട്ടത് പൊന്മുട്ട അത് പൊന്മുട്ട തീയിലൊരുക്കി തകിടാക്കി തീയിലൊരുക്കി തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് മനസ്സിനുള്ളിലെ സ്നേഹമുല്ലയ്ക്ക് മണിത്തിരി വന്നു അതിലെ മലരും നുള്ളി നടക്കും പെണ്ണിന്റെ മനസ്സിനുള്ളിലെ സ്നേഹമുല്ലയ്ക്ക് മണിത്തിരി വന്നു അതിലെ മലരും നുള്ളി നടക്കും പെണ്ണിന്റെ മാണിക്ക കൈവീരൽ തട്ടി മോതിര കൈവീരൽ മുട്ടി മാണിക്ക കൈവീരൽ തട്ടി മോതിര കൈവീരൽ മുട്ടി കണ്ണും നടച്ചു തുറക്കും മുമ്പേ കാണായി വന്നത് പൂപ്പൊന്ന് അത് പൂപ്പൊന്ന് തീയിലൊരുക്കി തകിടാക്കി തീയിലൊരുക്കി തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് തീയിലൊരുക്കി തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് ഏത് പൊന്ന് മോളെ ചൂട്ടൊന്ന് കുത്തി കെട്ടി ഏട്ടനും വരായിരുന്നില്ലേ പുലിക്കളി കാണാൻ? എത്ര പുലികളായിരുന്നു? ഇവിടെ അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടില്. എന്താ ഒരു മാല 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും. ഏട്ടനും കുലുങ്ങോ? ഞാനല്ലേ കുലുക്കുന്നത്. ഭഗവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണ ഭദ്രേ ഭഗവതി. സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പാണോ? അവള് വരുന്നുറപ്പാണോ? ഉറപ്പാണോന്നോ? പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും. ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്.
നേരാവണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടെ, ഞാനും ഒരാണാ. ഛെ, 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 ഛെ. അതൊക്കെ മോശമല്ലേ? സംഗതി ഏകദേശം കെട്ടിയോ? ആ, കെട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിന്നോളണം. ഏറ്റു മോനെ, ഏറ്റു. ഞാൻ ഇപ്പോഴേ ഉറണോ? പറ. 10 പവൻ, ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ? വേണ്ടായിരുന്നു. ഞാൻ കാരണപ്പോ. നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോരെ? മരണം പലതവണ വരും. വന്നാലും വന്ന പോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്ന്. ഭയപ്പെടണ്ട, ഞാൻ കാവലുണ്ട്. എന്താ പോരെ? ദക്ഷിണ വയ്ക്ക. ഇടിക്കുന്ന നല്ല നോട്ട് വയ്ക്ക. ഇനി 10ന്റെ ഉള്ളു. 10 10. ആ